ഹായ് ഓൾ. കുറച്ച് വർഷം മുന്നേ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു മൂവിയായിരുന്നു വാഴ. എനിക്കെന്താ പേഴ്സണലി അത്ര വലിയ താല്പര്യം തോന്നിയിട്ടില്ലാതിരുന്ന ഒരു മൂവിയായിരുന്നു വാഴ. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല പ്രായമുള്ളവരെ മീശയും പഠിച്ച് സ്കൂളിൽ കൊണ്ടിരുത്തി അവർ കുട്ടികളാവില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ നല്ല പ്രായമുള്ളവരൊക്കെയാണ് കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും അത്രത്തോളം ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ, നല്ല രീതിയിൽ പഠിച്ചവരെയൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം പടത്തിലൂടെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അനാവശ്യമായിട്ട് തോന്നി. പിന്നെ വാഴകളൊക്കെ രക്ഷപ്പെടും എന്നുള്ള രീതിയിലും ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാതിരുന്നൊരു മൂവിയായിരുന്നു വാഴ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ വാഴ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്നുണ്ടായി. അപ്പം എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബുക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. സോ ലെറ്റ്സ് റിവ്യൂ വാഴ 2. അപ്പോൾ ഈ വാഴ 2 എന്ന് പറഞ്ഞ പടത്തിന് വാഴ 1 ആയിട്ട് തന്നെ കുറച്ച് കമ്പയർ ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ കുറച്ച് വാഴ 1-ന്റെ നെഗറ്റീവ്സ് വെച്ച് തന്നെ കമ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞ സംഭവം ഇതിലെ കാസ്റ്റ്. അപ്പോൾ ഈ കാസ്റ്റിനെ പറ്റി പറഞ്ഞാൽ അത്യാവശ്യം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഹാഷിർ ആൻഡ് ടീം. ഇപ്പോൾ ഹാഷിർ ആണെങ്കിലും അലനാണെങ്കിലും വിനായക് ആണെങ്കിലും അജിനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു കുട്ടികളായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊരു ബിഗ് പ്ലസ് ആണ് വെൻ കമ്പയർഡ് ടു ദ ഫസ്റ്റ് പാർട്ട്. ഇനി രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പഠിച്ചവരെയൊക്കെ മോശക്കാരായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല പടത്തിൽ. അങ്ങനത്തെ ഒരു അനാവശ്യ ശ്രമങ്ങളോ ഒരു സംഭവങ്ങളോ ഒന്നും നടത്തുന്നില്ല. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാഴകളായ ആൾക്കാരൊക്കെ രക്ഷപ്പെടും എന്നുള്ള രീതിയിലൊക്കെയൊന്നും പടം അനാവശ്യമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഒരു പഠിത്തത്തിൽ ഉഴപ്പുന്ന, ഇപ്പോൾ പല കാരണങ്ങളായി കഷ്ടപ്പെടുന്നവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ എന്തൊക്കെ രീതിയിൽ അവർക്കുള്ള ചലഞ്ചസ് ഉണ്ടെന്ന് തുറന്നു കാട്ടുന്ന ഒരു മൂവി ആയിട്ടാണ് വാഴ 2 എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് വാഴ 1-നേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് വാഴ 2. ഇനി ഈ മൂവിയിലേക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കോമഡീസ് ഒക്കെ ആയിട്ടുള്ള സ്കൂൾ കാലഘട്ടം പറയുന്നതാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാഫാണ് മേജർലി ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു മെലോ ഡ്രാമാറ്റിക് അല്ലെങ്കിൽ ഒരു സാഡ് മൂവി എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലൈഫിലെ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു ഫുൾ ബ്ലോൺ ആയിട്ടുള്ള ഒരു കോമഡി എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട പടമല്ല വാഴ 2. അത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു വല്ലാണ്ട് സില്ലി ജോക്സോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. കോമഡിക്കായിട്ട് സീൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം ചിരിപ്പിക്കുന്ന രീതിയിലാണ്, അല്ലാണ്ട് കുത്തിക്കയറ്റിയൊരു ഫീലൊന്നും തോന്നിയില്ല. കാസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അലൻ ആൻഡ് വിനായക്, ഇവർ രണ്ടുപേരുടെയും കുറച്ച് പോർഷൻസ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ടിംഗ് ആണ്, നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. മറ്റൊരു മേജർ പോസിറ്റീവ് എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ഇപ്പോൾ മ്യൂസിക്കൊക്കെ ആപ്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം പല സോങ്സൊക്കെ നമ്മുടെ മൈൻഡിൽ വീണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ സോങ്സ്, അതിൻ്റെ ലിറിക്സ് ആണെങ്കിലും നല്ലപോലെ വന്നിട്ടുണ്ട്. മേക്കിംഗ് ക്വാളിറ്റി അതൊരു ഹ്യൂജ് പ്ലസ് ആണ്, നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറിന് മുകളിൽ ഈ പടമുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു ലാഗോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻഗേജിങ് ആയിട്ട് ത്രൂ ആയിട്ടാണ് പോകുന്നത്. ആലോചിക്കണം, ഇതൊരു ഫുൾ ബ്ലോൺ കോമഡി മൂവി അല്ല, എന്നിട്ടും ആ 2.5 മണിക്കൂറിന് മുകളിലുള്ള ലെങ്ത് നമ്മൾ എൻജോയബിൾ ആയിട്ട് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഹ്യൂജ് പോസിറ്റീവ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ പ്രകടനങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. ഓക്കെ, അതിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു നെഗറ്റീവ് എന്ന് പറയത്തക്കതായിട്ട് കാര്യമായിട്ട് ഒന്നും ഇല്ലാത്തൊരു മൂവി തന്നെയാണ് വാഴ 2. നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് കണ്ട ഒരു മൂവിയാണ്. ആ കണ്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്, അവർ ഉദ്ദേശിച്ച രീതിയിൽ. പിന്നെ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഗോ ഫോർ ഇറ്റ്. അതിൻ്റെ ഇപ്പോൾ നല്ല രീതിയിലുള്ള തിരക്ക് തിയേറ്ററിൽ വരുന്നുണ്ട്, നല്ലപോലെ ആൾക്കാർ കാണുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ് മൂവി ഡിസേർവ്സ് ദാറ്റ് കൈൻഡ് ഓഫ് അട്രാക്ഷൻ. നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പോസിബിൾ ഒരു മൂവി വരികയാണെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഗോ ഫോർ ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ഗുഡ് ഫിലിം.